തൈറോയ്ഡ് ഗ്രന്ഥിയിലെ മുഴകൾ ക്യാൻസർ ആണോ? നമ്മുടെ കഴുത്തിൽ ചിത്രശലഭാകൃതിയിൽ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയിലെ മുഴകളുമായിട്ട് പലപ്പോഴും പേഷ്യൻസ് നമ്മളെ അടുത്തേക്ക് വരാറുണ്ട്. അപ്പോൾ ഇത്തരം മുഴകൾ ആയിട്ട് വരുന്ന പേഷ്യൻസിൽ ഡോക്ടർമാർ സാധാരണയായി ചെയ്യുന്ന ടെസ്റ്റുകൾ TSH ടെസ്റ്റും അതോടൊപ്പം തന്നെ USG അൾട്രാസോണോഗ്രാം എന്ന് പറയുന്ന കഴുത്തിലെ സ്കാനുമാണ്. അപ്പോൾ ഈ സ്കാനിൽ പലപ്പോഴും അതിൻ്റെ മാലിഗ്നൻസി റിസ്ക് ടിരാഡ് സ്കോർ എന്ന പേരിൽ സ്റ്റേജ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പോൾ നിശ്ചിത വലിപ്പമുണ്ടെങ്കിൽ മാത്രമേ കുത്തി എടുത്തുകൊണ്ടുള്ള പരിശോധനയ്ക്ക് ഇത്തരം മുഴകളെ ഡോക്ടർമാർ വിധേയമാക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, മിക്കവാറും എല്ലാ മുഴകളും ബിനൈൻ നേച്ചർ അഥവാ അപകടകാരി അല്ലാത്ത മുഴകളാണ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കഴുത്തിലൊരു മുഴയുണ്ട് എന്നുള്ളത് കൊണ്ട് പേഷ്യൻ്റ് പാനിക് ആവേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി പാപ്പിലറി തൈറോയ്ഡ് ക്യാൻസറാണ് തൈറോയ്ഡ് മാലിഗ്നൻസിയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ. അപ്പം വളരെ നല്ല പ്രോഗ്നോസിസ് ഉള്ളൊരു ക്യാൻസറാണ് ഇത്. ഇതിന് റേഡിയോതെറാപ്പിയും കീമോതെറാപ്പിയും ഒന്നും ഒരിക്കലും ആവശ്യമില്ല. ചിലപ്പോൾ സർജറി ആവശ്യമായി വന്നേക്കാം. അപ്പം ഇത്തരം ഒരു കഴുത്തിൽ മുഴ കണ്ടതുകൊണ്ട് പേഷ്യൻസ് ഒരിക്കലും പാനിക് ആവേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ സമീപിക്കുക. അവർ കൃത്യമായിട്ട് അസസ് ചെയ്ത് അതിൻ്റെ മാലിഗ്നൻസി റിസ്കിനെ പറ്റിയും മുന്നോട്ട് എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയും നിങ്ങളെ കൗൺസിൽ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. Stay healthy. Follow for more.